ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 6-ാം തിരുവചനം. ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. നോമ്പിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഈ വചനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒന്ന്, യേശുവിൻ്റെ മുമ്പിൽ ഒരു പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കുറ്റം വിധിക്കാനായിട്ട് ആളുകൾ കൊണ്ടുവന്നിരിക്കുന്നു. നല്ലതെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഉദ്ദേശം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ കുറ്റം ആരോപിക്കാനാണ് അവർ ഇത് ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയും, ഞാൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നല്ലതെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. പലപ്പോഴും നമ്മളെ മറ്റുള്ള വ്യക്തികൾ കുറ്റം ആരോപിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത് സൃഷ്ടാവിനെയാണ്, ദൈവത്തെയാണ് നമ്മൾ കുറ്റം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ദൈവം അതിന് ചെയ്ത ഒരു മറുപടി അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം, നമ്മൾ ആരെയെല്ലാം കുറ്റം വിധിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശക്കാരാണെന്ന് പറഞ്ഞാലും നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമല്ലെന്നാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഈ കുറ്റപ്പെടുത്തലൊക്കെ ഏറ്റുകഴിഞ്ഞ് നമ്മൾ മുറിവേറ്റ് സങ്കടപ്പെട്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ, ഇവരെന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ മാനസികമായി തളർന്നു പോയി വിഷമിക്കാതെ ഈ സുവിശേഷ വചനം ഒന്ന് ധ്യാനിക്കുക. യേശു അവൻ ആരുടെയും മുഖത്ത് നോക്കി ആരെയും കുറ്റപ്പെടുത്താതെ അവൻ ശാന്തമായിട്ടാണ് ഇരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തളർന്ന് മുറിവേറ്റിരിക്കുമ്പോൾ ഈ വചനം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നു കഴിയുമ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ നല്ല കുമ്പസാരം നടത്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവൻ ആരെയും കുറ്റപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല, നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ അവൻ തയ്യാറല്ല. ഈ പ്രഭാതത്തിൽ നമ്മളെ കുറ്റപ്പെടുത്താത്തൊരു ദൈവമുണ്ട്, നമ്മളെ നോട്ടം കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ ദിവസം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തലുകൾ സൃഷ്ടാവായ ദൈവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന സത്യവും തിരിച്ചറിയുവാൻ ഈ ദിവസം നമ്മളെ സഹായിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.